കെമിസ്ട്രീൻ്റെ ആദ്യത്തെ പാഠമായിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അതാ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓൾറെഡി 9ാം ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. എന്താണ് ഹൈഡ്രോ കാർബൺസ്, എന്താണ് അതിൻ്റെ ഡിഫറെൻറ്റ് പ്രത്യേകതകളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് 2 കാർബൺ കോമ്പൗണ്ട്സാണ്, ഹൈഡ്രോ കാർബൺ 1 അതേപോലെ ഹൈഡ്രോ കാർബൺ 2. അപ്പം ഇവിടെ നമ്മുടെ അടുത്ത് കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ടുണ്ട്, അതാദ്യം നമ്മൾ ആൻസർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ, ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ ദെയർ ഇൻ ദിസ് ചെയിൻ. ഇപ്പോൾ 2 ചെയിൻ തന്നിട്ടുണ്ട്, ആ ചെയിനിൻ്റെ അകത്ത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ 1 2 3 4 5. ഹൈഡ്രോ കാർബൺ 1-ൽ 5 കാർബൺ ആറ്റം ഉണ്ട്. അതേപോലെ ഇവിടെ സെക്കൻഡ് ഹൈഡ്രോ കാർബണിലും 5 കാർബൺ ആറ്റംസ് ഉണ്ട്. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്? 5 ആണ് അല്ലേ, 2-ലും 5 ആണ്. വാട്ട് ഈസ് ദ വേർഡ് റൂട്ട് ഓഫ് ദിസ് കാർബൺ ചെയിൻ? വേർഡ് റൂട്ട് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഒരു കാർബൺ വരുമ്പോൾ നമ്മൾ മീത്ത് എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. 2 കാർബൺ ആണെങ്കിൽ ഈത്ത്, പ്രോപ്പ്, ബ്യൂട്ട് അങ്ങനെ പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? പെൻറ്റ്, PENT, പെൻറ്റ്. വേർഡ് റൂട്ട് പെൻറ്റ് എന്നാണ് തുടങ്ങുന്നത്. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പം ഹൈഡ്രോ കാർബൺ 1-ൻ്റെ IUPAC നെയിം എന്തായിരിക്കും? പെൻറ്റ്. സിംഗിൾ ബോണ്ടേ വരുന്നുള്ളൂ എല്ലാത്തിലും അല്ലേ. അപ്പം അതിൻ്റെ പേരെന്താ? പെൻറ്റെയിൻ. ആൽക്കെയിൻ ആണത്. അപ്പം സിംഗിൾ ബോണ്ടാണ് വരുന്നതെങ്കിൽ ആൽക്കെയിൻ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം 5 കാർബൺ ആറ്റം വരുന്നുണ്ട്, എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പോൾ IUPAC നെയിം എന്താ കോമ്പൗണ്ടിൻ്റെ? പെൻറ്റെയിൻ എന്നാണ് അല്ലേ, ഏതിൻ്റെ? ഹൈഡ്രോ കാർബൺ 1-ൻ്റെ. ഇനി നമ്മളിവിടെ ഇങ്ങനെ 2ാമത്തെ ഹൈഡ്രോ കാർബൺ കാണുന്നില്ലേ, അങ്ങനെയാണ് സ്ട്രക്ചർ വരുന്നതെങ്കിൽ അതിൻ്റെ പേര് എന്തൊക്കെയായിരിക്കും? എങ്ങനെയാണ് നമ്മളിത് നെയിം ചെയ്യുക? നെയിം ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക? നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അതൊക്കെ ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളടുത്ത് അനലൈസ് ഒക്കെ ചെയ്യാൻ പറഞ്ഞു അല്ലേ. അനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നല്ലോണം ശ്രദ്ധിച്ച് നോക്കാനാണ് പറഞ്ഞത്. അപ്പം ഇവിടെ ഈ ഹൈഡ്രോ കാർബൺ 1-ൻ്റെ പ്രത്യേകത എന്താ? സ്ട്രെയിറ്റ് ചെയിനാണ് അല്ലേ. എവിടെയും വേറെ കാർബൺ ആറ്റം ഒന്നുമില്ല, നേരെ 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഈ സെക്കൻഡ് ഹൈഡ്രോ കാർബണിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ചെയിനും വരുന്നുണ്ട്. പിന്നെ ഒരു കാർബണിൻ്റെ മുകളിൽ താഴോട്ടേക്ക് വേറൊരു ഗ്രൂപ്പും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനെ സ്ട്രെയിറ്റ് ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയും. ഇതിനെ നമ്മൾ ഒരു മെയിൻ ചെയിനും ഉണ്ടാവും, ആ മെയിൻ ചെയിനിന് താഴോട്ടേക്ക് വേറൊരു ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ താഴോട്ടേക്കുള്ള ഈ ഗ്രൂപ്പ് നമ്മൾ വിളിക്കുന്ന പേര് ബ്രാഞ്ച് എന്നാണ്. ഓക്കെ, ഇത് നമ്മൾ ബ്രാഞ്ച് എന്നാണ് വരുന്നത്, BRANCH. മരത്തിനുള്ള ബ്രാഞ്ച് പോലെ അല്ലേ, ശാഖകൾ പോലെ തന്നെ ഇവിടെ കാർബണിൻ്റെ ചെയിനിൽ എന്ത് വരുന്നുണ്ട്? ഒരു ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള കാർബൺ കോമ്പൗണ്ടാണ്. ഇവിടെ മെയിൻ ചെയിനും ആ മെയിൻ ചെയിനിൻ്റെ മുകളിലൊരു ബ്രാഞ്ചും വരുന്നുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കാം. പിന്നെ അത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളടുത്ത് ഇവിടെ ചോദിച്ചത് എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മോളിക്കുലർ ഫോർമുല ഓഫ് ദീസ് 2 ഹൈഡ്രോ കാർബൺസ്? മോളിക്കുലർ ഫോർമുല എന്താ? എത്ര കാർബൺ എത്ര ഹൈഡ്രജൻ ഉണ്ട്, അത് എഴുതി വെക്കാനാണ് നമ്മൾ മോളിക്കുലർ ഫോർമുല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട എന്താണ്? 5 കാർബൺ ആറ്റംസ് ഉണ്ട്. അതേപോലെ എത്ര ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്? അവിടെ 12 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ടാവും അല്ലേ. 12 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ടാവും. ഇതാണ് അതിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നത് അതിനെ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും കേട്ടോ. ഇത് സ്ട്രക്ചറൽ ഫോർമുല ഇങ്ങനെ എഴുതി വെക്കുന്നതാണ് എന്ത്? മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ. പിന്നെ ഇവിടെ നമ്മൾ ചോദിച്ചത് എന്താ? ഹൗ ഡു ദേ ഡിഫർ ഇൻ ദ സ്ട്രക്ചർ ഓഫ് ദ കാർബൺ ചെയിൻ? എങ്ങനെയാണ് നമ്മൾ ഡിഫറൻസ് നമ്മൾ കണ്ട് എന്താ വെച്ചാൽ ദേ ഹാവ് ദ സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ദേ ഡിഫർ. എങ്ങനെയാണ് സ്ട്രക്ചറൽ ഡിഫറൻസ് വരുന്നത്? പ്രസൻസ് ഓഫ് എ ബ്രാഞ്ച് അല്ലേ. ഹൗ ഡു ദേ ഡിഫർ? ദേ ഡിഫർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ ബ്രാഞ്ച്. ഒന്നിൽ സ്ട്രെയിറ്റ് ചെയിൻ മാത്രമാണ്, മറ്റേതിൽ എന്താണുള്ളത്? ഒരു ബ്രാഞ്ചാണുള്ളത്. ഓക്കെ, ബ്രാഞ്ചാണ് വരുന്നത്. പിന്നെ ഈ 3ാമത്തെ ഒരു സ്ട്രക്ചർ ഉണ്ട് ഇവിടെ. ഇതിന് മോളിക്കുലാർ ഫോർമുല എന്താ വരുന്നത്? 1 2 3 4 5. കാർബൺ ആറ്റം 5 തന്നെ ഉണ്ട്, C5
അപ്പോൾ ഹൈഡ്രജൻ ആറ്റം എത്ര എണ്ണം ഉണ്ട്? 3, 6, 9, 12. മോളിക്കുലാർ ഫോർമുല സെയിം ആണ്, C5H12 തന്നെയാണ്. പക്ഷേ 3 സ്ട്രക്ചർ, ഹൈഡ്രോകാർബൺ 1, ഹൈഡ്രോകാർബൺ 2, ഹൈഡ്രോകാർബൺ 3, 3 സ്ട്രക്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് അല്ലേ? എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, കാർബൺ ആറ്റംസിന് എന്തുണ്ടാവും? ബ്രാഞ്ച് ഉണ്ടാവും. കാർബൺ ആറ്റംസ് ക്യാൻ ഫോം ബ്രാഞ്ച്ഡ് കോമ്പൗണ്ട്സ്. അതാണ് നമ്മൾ ഈ സ്ലൈഡിൽ പഠിച്ചത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ശരിക്കും ഇതിനെ എങ്ങനെ പേര് കൊടുക്കും എന്നുള്ളത്, നമുക്കെല്ലാവർക്കും പേരുണ്ട്. അപ്പം ഇതേപോലെ കാർബൺ കോമ്പൗണ്ട്സിനും അവരുടേതായിട്ടുള്ളൊരു പേരുണ്ട്. പക്ഷെ നമുക്കത് തോന്നിയ പോലെ നമ്മൾ പേര് കൊടുക്കാൻ പറ്റില്ല. അതിനുവേണ്ടി പ്രത്യേക ഒരു സംഘടന തന്നെ, ഒരു ഇൻ്റർനാഷണൽ സംഘടനയുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ആ ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ യൂണിയൻ ഫോർ പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, IUPAC എന്ന് പറയുന്നത്. ഇവർ എന്താണോ റൂൾസ് പറയുന്നത്, ആ റൂൾസ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കെമിക്കൽ റിയാക്ഷനൊക്കെ നടന്നിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് കൊടുക്കാൻ പാടുള്ളൂ. ആ റൂൾസ് നമ്മൾ ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ എക്സാമ്പിൾ നോക്കാം. ഇവിടെ എക്സാമ്പിൾ 1, എക്സാമ്പിൾ 2 ഉണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4 and 5 5 കാർബൺ ആറ്റം വരുന്നുണ്ട് അല്ലേ? 5 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഒരു മെയിൻ ചെയിനും ഉണ്ട്, ഒരു ബ്രാഞ്ചും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് IUPAC റൂള് ഇത് എങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത് നോക്കണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു കാർബൺ ചെയിനിൽ മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യുമ്പം അതിൻ്റെ അകത്ത് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാവണം. നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്താലാണ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത്, അതായിരിക്കും നമ്മളുടെ മെയിൻ ചെയിൻ. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കൗണ്ട് ചെയ്യുക 1, 2, 3, 4 അല്ലേ? ഇങ്ങനെ കൗണ്ട് ചെയ്താൽ 4 കാർബൺ ആറ്റംസ് ആണ് നമ്മളുടെ ചെയിനിൽ വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നോക്കണം 1, 2, 3, 4. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്താലും 4 കാർബൺ ആറ്റം, നമ്മളിങ്ങനെ വളഞ്ഞിട്ട് ചിന്തിച്ചാലും അവിടെ വരുന്ന എത്ര തന്നെയാണ്? 4 കാർബൺ ആറ്റം. അപ്പോൾ നിങ്ങളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം കാർബൺ ആറ്റംസ് വരുന്നത് എങ്ങനെ കൗണ്ടിങ് ചെയ്താലാണോ അതായിരിക്കും നമ്മളുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കൗണ്ട് ചെയ്താലും 4 കാർബൺസ്, ഇങ്ങനെ കൗണ്ട് ചെയ്താലും 4 കാർബൺ ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. അപ്പം നമുക്ക് ഇങ്ങനെ വേണം എടുക്കാം, ഇങ്ങനെ വേണം എടുക്കാം, രണ്ടും കറക്റ്റാണ്. ഓക്കെ, അപ്പോൾ മെയിൻ ചെയിനിൽ ഏതാണ് സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് ബ്രാഞ്ച് ഏതാ വരുന്നതെന്നുള്ളത് അല്ലേ? ബ്രാഞ്ച് ഏതാ വരുന്നത് നോക്കാം. അപ്പോൾ ബ്രാഞ്ച് നമ്മൾ സെലക്ട് ചെയ്യുമ്പം ബ്രാഞ്ചിൽ എങ്ങനെയാണ് വരുന്നത്? ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോൾ സ്ട്രെയിറ്റ് ചെയിൻ ആണ് വരുമ്പം നമ്മൾ നമ്പർ കൊടുക്കണം അല്ലേ? നമ്മൾ ആദ്യം നമ്പർ കൊടുക്കും, പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം നമ്പർ കൊടുക്കുക. അപ്പോൾ ഞാൻ ലെഫ്റ്റ് ടു റൈറ്റ് നമ്പർ കൊടുക്കുകയാണ്. 1, 2, 3 and 4 അല്ലേ? 4 കാർബൺ ആണ്, അപ്പം ബ്യൂട്ടാണ് അവിടെ വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്ത് കൊടുക്കുക, റൈറ്റ് ടു ലെഫ്റ്റ് 1, 2, 3 and 4. ഇനി നമ്മളിവിടെ 2 ടൈപ്പ് നമ്പറും ശ്രദ്ധിക്കാം. നമ്പർ ശ്രദ്ധിക്കുമ്പം ഈ ബ്രാഞ്ച് ഉണ്ടല്ലോ, അത് ഏത് കാർബണിൻ്റെ മുകളിലാണ് വരുന്നത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് നോക്കാം. ലെഫ്റ്റിന് റൈറ്റിലേക്ക് പോകുമ്പം രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത് അല്ലേ? അപ്പോൾ അതവിടെ നോട്ട് ചെയ്ത് വെക്കാം. സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്യുമ്പം ബ്രാഞ്ച് വരുന്നത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കാം, റൈറ്റ് ടു ലെഫ്റ്റ് 1, 2, 3. തേർഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത്. അപ്പം IUPAC റൂള് പ്രകാരം നമ്മൾ എങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴാണോ ബ്രാഞ്ച് ഉള്ള കാർബൺ ആറ്റത്തിന്, അതായത് ഈ കാർബൺ ആറ്റത്തിന് ലോവസ്റ്റ് നമ്പർ വരുന്നത്, ആ കൗണ്ടിങ്ങുള്ള സ്ട്രക്ചറായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് പേര് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ടു റൈറ്റ് കൗണ്ട് ചെയ്യുമ്പം സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. റൈറ്റ് ടു ലെഫ്റ്റ് കൗണ്ട് ചെയ്യുമ്പം തേർഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് വരുന്ന? ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ റൂൾ എന്താ? ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെയ്നിങ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഷുഡ് ബി കൺസിഡേർഡ് ആസ് ദ മെയിൻ ചെയിൻ. അത് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു അല്ലേ? മെയിൻ ചെയിനിൽ മാക്സിമം 4 കാർബൺ ആറ്റമാണ് വരുന്നത്, അതാണ് നമ്മളുടെ മെയിൻ ചെയിൻ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്പറിങ് എങ്ങനെയാണ്? നമ്പറിങ്ങിൽ നമ്മൾ ഏത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണോ ലോവസ്റ്റ് നമ്പർ കാണുന്നത്, ഇവിടെ 2, ഇവിടെ 3, അപ്പോൾ ലോവസ്റ്റ് ഏതാ? 2 ആണ്. അപ്പോൾ ആ കാർബൺ ആറ്റം ആയിരിക്കണം നമ്മളുടെ ബ്രാഞ്ചിൻ്റെ പൊസിഷൻ കാണിക്കുന്നത്. അപ്പം നമ്മൾ മെയിൻ ചെയിനിൽ സെലക്ഷൻ കഴിഞ്ഞു, ഏത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണോ ബ്രാഞ്ച് വരുന്നത് അതും കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പോൾ വിച്ച് ഓഫ് ദ എബവ് ചെയിൻ ഹാസ് ദ ലോവസ്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ഫോർ ദ കാർബൺ ആറ്റം ക്യാരിങ് ദ ബ്രാഞ്ച്? ഇവിടെ 2 ആണ് അല്ലേ? ഫസ്റ്റിൽ 2 ആണ് വരുന്നത്. ഇത് നമുക്ക് നോക്കാം. ഇനി സെക്കൻഡ് റൂൾ എന്താ നോക്കാം. സെക്കൻഡ് റൂൾ ഇതാണ്.
നമ്പറിംഗ് ഷുഡ് ബി ഡൺ in such a way, numbering should be done in such a way that the carbon atom carrying the branch gets the lowest number. ഏത് കാർബൺ ആറ്റത്തിന് മുകളിലാണോ ബ്രാഞ്ച് വരുന്നത് അതിന് ചെറിയ നമ്പർ വരണം. ഇത് കണ്ടോ, ഇവിടുന്ന് ഇപ്പം 1 2 3 4 തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ്. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പം 1 2 സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇതിലെ ചെറുത്. അപ്പം നെയിം ചെയ്യുമ്പം ആ കാർബൺ ആറ്റത്തിൻ്റെ നമ്പർ നമ്മൾ ഓർമ്മിച്ച് വെക്കണം. എന്നിട്ട് മാത്രം നമ്മളതിൻ്റെ പേര് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഇതാണ് അതിൻ്റെ ഫോർമുല വരുന്നത്. പൊസിഷൻ നമ്പർ ആദ്യം നമ്മൾ കാണിക്കണം. പൊസിഷൻ നമ്പർ നമ്മൾ ഇതിൻ്റെ പേര് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ, ഈ കോമ്പൗണ്ടിൻ്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് ബ്രാഞ്ച് ഏത് കാർബണിൻ്റെ മുകളിലാണോ അത് എഴുതി. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, അവിടെ ഒരു ഹൈഫൻ. നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ്. ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ നമ്മൾ അല്ലേ വരുമ്പോൾ അടുത്ത സ്ലൈഡിൽ ഞാൻ പറഞ്ഞുതരാം എന്താണത് വരുന്നതെന്നുള്ളത്. അപ്പം നിങ്ങൾ ഓൾറെഡി പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. CH4 എന്ന് പറഞ്ഞാൽ മീത്തേനാണ് അല്ലേ. CH4 എന്ന് പറഞ്ഞാൽ മീത്തേനാണ്. അപ്പോൾ ഈ CH4ന്ന് നമ്മളൊരു ഹൈഡ്രജൻ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CH3 ആണ് അല്ലേ. CH3. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ സ്ലൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇവിടെ ബ്രാഞ്ച് ചെയ്താൽ വരുന്നത് CH3 ഗ്രൂപ്പല്ല ഇവിടെ ബ്രാഞ്ച് വരുന്നത്. CH3 ഗ്രൂപ്പാണ് വരുന്നത്. അപ്പം മീത്തേൻ്റെ അകത്തുനിന്ന് നമ്മൾ ആ ഒരു എച്ച് അങ്ങോട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CH3 ഗ്രൂപ്പാണ്. അതിനാണ് നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് അല്ലേ. ബ്രാഞ്ചിന് ആൽക്കൈൽ ഗ്രൂപ്പാണ് വരുന്നത്. അപ്പം ആ CH4ന്ന് നമ്മളൊരു ഹൈഡ്രജൻ അങ്ങോട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പിൻ്റെ പേര് മീഥൈൽ ഗ്രൂപ്പ് എന്നാണ്. ഓക്കെ, CH4 മീത്തേൻ ആണെങ്കിൽ CH3 എന്താ മീഥൈൽ, METHYL മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പം നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്, ഏത് കാർബണിൻ്റെ മുകളിലാണോ ബ്രാഞ്ച് വരുന്നത് അതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ നമ്മളത് നമ്പറിങ് ചെയ്തിട്ട് നമ്പർ ഇവിടെ എഴുതുക, ഒരു ഹൈഫൻ ഇടുക. പിന്നെ എന്ത് ചെയ്യണം, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ പേര്, ഈ ആൽക്കൈൽ ഗ്രൂപ്പ് ഏതാ മീഥൈൽ ഗ്രൂപ്പാണ്. ഒരു കാർബൺ വരുമ്പം മീഥൈൽ എന്ന് പറയുന്ന റൂട്ട് വേർഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, മീഥൈൽ. ഓക്കെ, മീഥൈൽ. അത് കഴിഞ്ഞാൽ പിന്നെ വേർഡ് റൂട്ട് പ്ലസ് സഫിക്സ് എയിൻ. മീഥൈൽ വേർഡ് റൂട്ട് എന്താ, നമ്മളുടെ മെയിൻ ചെയിനിൽ എത്ര കാർബൺ വരുന്നത് 4 കാർബൺസ് വരുന്നുണ്ട്. 4 കാർബൺ വരുമ്പോൾ എന്താ വരിക, ബ്യൂട്ട് അല്ലേ, ബ്യൂട്ടാണ്. പിന്നെ എല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് എന്തായിരിക്കും ANE. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് പേര് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ 2-methyl butane. 2-methyl butane. ഓക്കെ, നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേര് ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുക. ഇതാണ് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ക്ലിയർ ആയില്ലേ, 2-methyl butane. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ഒന്നും കൂടി പറയുന്നുണ്ട്. ദ സ്മോൾ ബ്രാഞ്ചസ് അറ്റാച്ച്ഡ് ടു കാർബൺ ആറ്റംസ് ആർ കോൾഡ് ആൽക്കൈൽ ഗ്രൂപ്പ്സ്. ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെയാണ് കിട്ടുന്നത്, വെൻ എൻ ഹൈഡ്രജൻ ആറ്റം ഇസ് റിമൂവ്ഡ് ഫ്രോം എ കാർബൺ ആറ്റം ഇൻ എ സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ എന്താ, സിംഗിൾ ബോണ്ട് വരുന്നത്. ആ സിംഗിൾ ബോണ്ട് വരുന്ന ആ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ അകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുന്നത്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് ആൽക്കൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു ഹൈഡ്രജൻ ആറ്റം CH4 മോളിക്യൂൾ മീഥേൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളൊരു ഹൈഡ്രജൻ ആറ്റം റിമൂവ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് CH3 ആയിരിക്കും. CH3 ആണെങ്കിൽ അതിന് വിളിക്കുന്ന പേര് മീഥൈൽ ഗ്രൂപ്പ്. അപ്പം നമ്മൾ ആൽക്കൈൽ ഗ്രൂപ്പ് എങ്ങനെ നെയിം ചെയ്യുന്നത്, YL വേർഡ് റൂട്ടിൻ്റെ കൂടെ YL ആഡ് ചെയ്യുമ്പോഴാണ് എന്ത് വരുന്നത്, ആ ഗ്രൂപ്പിൻ്റെ പേര് വരുന്നത്, ടു ദ വേർഡ് റൂട്ട് ഓഫ് ദ കറസ്പോണ്ടിങ് ആൽക്കെയിൻ. അപ്പോൾ നെയിമിങ്ങിൻ്റെ ഒരു പാർട്ടിനൊക്കെ ക്ലിയർ ആയല്ലോ. നമുക്കൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ കൂടി ഇവിടെ വരുന്നുണ്ട്. അതെന്താ, CH3 CH2 CH CH3 പിന്നെ ഇവിടെ CH2 CH3. അപ്പം ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണം. മെയിൻ ചെയിൻ സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ കൗണ്ട് ചെയ്താലാണ് മാക്സിമം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് വരുന്നത് അതാദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നതെങ്കിൽ 1 2 3 4 അല്ലേ, 4 കാർബൺ ആറ്റംസേ വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഈ സ്റ്റെപ്പ് പോലെ നമുക്ക് ചെയ്തപ്പം മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, 1 2 3 4 and 5 ഇവിടെ കണ്ടോ. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്താൽ 4 കാർബൺ ആറ്റം, ഇങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്തപ്പം നമുക്ക് 5 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. അപ്പോൾ ബാക്കി ഈ ചെയിനിന്ന് പുറത്തേക്ക് നിൽക്കുന്ന ആളാരാ, ഈ CH3 ആണ്. അതാണ് നമ്മളുടെ ബ്രാഞ്ച് വരുന്നത്.
ഓക്കെ, മെയിൻ ചെയിൻ സെലക്ട് ചെയ്തിട്ട് ബ്രാഞ്ചും നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചു. ഇനി നമ്പറിങ്, ഒരു നമ്പറിങ് ലെഫ്റ്റ് റൈറ്റ് ഇവിടെ ചെയ്ത് വെച്ചപ്പം തേർഡ് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്, ബ്രാഞ്ച് വരുന്നത് അല്ലേ. ഇവിടെ തേർഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. ഇനി ഇവിടുന്ന് കൗണ്ട് ചെയ്താലോ 1 2 and 3 എങ്ങനെ കൗണ്ട് ചെയ്താലും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. തേർഡ് കാർബണിൻ്റെ മുകളിൽ ബ്രാഞ്ച് വരുന്നത് CH3 ആണ് വരുന്നത്. അപ്പോൾ നമ്മളുടെ മെയിൻ ചെയിന് കിട്ടി, ഏത് കാർബണാണോ ലോവസ്റ്റ് നമ്പർ വരുന്നത് അതും കിട്ടി, നമ്മളുടെ ബ്രാഞ്ച് ഏത് ഗ്രൂപ്പിൽ പെടുന്നതാണോ അതും നമുക്ക് കിട്ടി. ഇനി ഇതിൻ്റെ നോമൻക്ലേച്ചർ വരുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, നമ്മൾ ഏത് കാർബണാണോ വരുന്നത് അതിൻ്റെ നമ്പർ സ്പെസിഫൈ ചെയ്യുക തേർഡ് കാർബണിൻ്റെ മുകളിൽ. പിന്നെ ബ്രാഞ്ച് ഏതാ, മീഥൈൽ 3 മീഥൈൽ. പിന്നെ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്, 5 കാർബൺ ആറ്റംസ്. അപ്പോൾ പെൻറ്റ്, പിന്നെ സിംഗിൾ ബോണ്ടാണ് വരുന്നത് എല്ലാത്തിലും. സിംഗിൾ ബോണ്ട് വരുമ്പം നമ്മൾ എന്തായിരിക്കും സഫിക്സ് കൊടുക്കേണ്ടത്, ANE. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ, 3 മീഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർബൺ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യുന്നത് അല്ലേ. അപ്പം ക്ലിയർ ആയല്ലോ എങ്ങനെയാണ് നമ്പേഴ്സ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ആൽക്കൈൽ ഗ്രൂപ്പിന് പേര് കൊടുക്കേണ്ടത്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നെയിം കൊടുക്കുമ്പം സ്ട്രക്ചറൽ ഫോർമുല ബ്രാഞ്ചിൽ CH3 വരാണെങ്കിൽ അതിൻ്റെ പേരെന്താ, മീഥൈൽ ഗ്രൂപ്പ്. CH2 CH3 വരാണെങ്കിൽ ഈഥൈൽ, CH2 and CH3 വരാണെങ്കിൽ പ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലേ. ഇങ്ങനെയാണ് നെയിം വരുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് ചെറിയൊരു ക്വസ്റ്റ്യൻ, റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ ബേസ്ഡ് ഓൺ ദീസ് റൂൾസ്. നമ്മൾ റൂൾസൊക്കെ കണ്ടു, ആ റൂൾസിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ഇതിൻ്റെ നെയിം കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ, മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് വരുന്നുണ്ട്, ഇവിടെ മെയിൻ ചെയിൻ ഏതാ കണ്ടുപിടിക്കാം അല്ലേ ഫസ്റ്റ്. അപ്പം മെയിൻ ചെയിനിൽ ഇതാ 1 2 3 4 5. അപ്പം ഇങ്ങനെ കൗണ്ട് ചെയ്താലും മെയിൻ ചെയിനിൽ 5 കാർബൺ ആറ്റംസ്, ഇങ്ങനെ കൗണ്ട് ചെയ്താലും 5 കാർബൺ ആറ്റംസ് അല്ലേ. എങ്ങനെ കൗണ്ട് ചെയ്താലും 5 കാർബൺ ആറ്റമാണ് വരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, ലോവസ്റ്റ് നമ്പർ വരണം. അപ്പോൾ നമുക്കിവിടെ കണ്ടാൽ തന്നെ അറിയാം അല്ലേ, നമ്മൾ രണ്ട് സൈഡിൽ കൂടെ കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ കാർബൺ ആറ്റം ഇങ്ങനെ നമ്പർ ചെയ്യുമ്പോഴാണ് ലോവസ്റ്റ് വരുന്നത് അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം, അതല്ല സ്ട്രെയിറ്റ് ആണ് നിങ്ങൾക്ക് എടുക്കാൻ എളുപ്പമെങ്കിൽ അതേപോലെ നമുക്ക് ചെയ്യാം. ഇവിടുന്ന് കൗണ്ട് ചെയ്താലും മതി. 1 2 3 4 and 5 5 ആണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ മെയിൻ ചെയിൻ, നമ്മളിപ്പം താഴേന്ന് മുകളിലേക്കും അതേപോലെ സ്ട്രെയിറ്റ് കൗണ്ട് ചെയ്തപ്പം മെയിൻ ചെയിനിൽ വരുന്ന കാർബൺ ആറ്റംസ് എത്രയാണ്, 5 ആണ്. അപ്പോൾ വേർഡ് റൂട്ട് എന്തായിരിക്കും, 5 ആകുമ്പോൾ പെൻറ്റ് വന്നു, PENT പെൻറ്റ്. സഫിക്സോ, സഫിക്സ് എന്താ വരുന്നത്, സിംഗിൾ ബോണ്ടാണ് എല്ലാത്തിലും വരുന്നത് അല്ലേ. അപ്പം ANE. നെയിം ഓഫ് ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ്, ബ്രാഞ്ചിങ് ആൽക്കൈൽ ഗ്രൂപ്പ് എന്താ, ഇങ്ങനെ എടുത്താലും CH3, നമ്മൾ സ്ട്രെയിറ്റ് എടുത്താലും CH3 തന്നെയാണ് വരുന്നത് അല്ലേ. CH3 വരുമ്പം ഗ്രൂപ്പിൻ്റെ പേര് എന്തായിരുന്നു, മീഥൈൽ. അപ്പോൾ ബ്രാഞ്ചിങ് ഗ്രൂപ്പിൻ്റെ പേര് മീഥൈലാണ്, CH3 ആണ് വന്നിട്ട് മീഥൈൽ. പൊസിഷൻ ഓഫ് ദ ബ്രാഞ്ച്, പൊസിഷൻ നമ്പർ നമ്മൾ എഴുതിയിട്ടുണ്ട്, എത്രയാണത് 2. അപ്പോൾ IUPAC നെയിം എന്താ, 2 മീഥൈൽ പെൻറ്റെയിൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഹൈഡ്രോ കാർബണിന് ബ്രാഞ്ച് വരുന്നതും ബ്രാഞ്ച് ഇല്ലാതിനൊക്കെ നെയിം കൊടുത്തത്. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ നോമൻക്ലേച്ചറിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു, സിംഗിൾ ബോണ്ട് വരുന്നതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞു. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ അകത്ത് നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ നമ്മളിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുമ്പോൾ 1 2 3 4 5 and 6 അല്ലേ, 6 കാർബണാണ് വരുന്നത്. ഇനി ഇവിടെ നിന്നാണ് കൗണ്ട് ചെയ്യുന്നതെങ്കിലോ 1 2 3 4 5 6 തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്ങസ്റ്റ് ചെയിൻ 6. നെയിം ഓഫ് ബ്രാഞ്ച്, അപ്പോൾ ഇവിടുന്ന് കൗണ്ട് ചെയ്താലും CH3 ആണ് വരുന്നത്, ഇങ്ങനെ കൗണ്ട് ചെയ്താലും ബ്രാഞ്ച് CH3 ആണ് വരുന്നത്. അപ്പോൾ ബ്രാഞ്ചിൻ്റെ പേരെന്താണ്, മീഥൈലാണ്, METHYL മീഥൈൽ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, ബ്രാഞ്ചിൻ്റെ പൊസിഷൻ എവിടെയാണ്, സെക്കൻഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് അല്ലേ. സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്, ഇവിടുന്ന് കൗണ്ട് ചെയ്താലും സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ്. അപ്പം പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2. അപ്പോൾ ഇതിൻ്റെ പേര് എന്തായിരിക്കും, 2 മീഥൈൽ 6 ആണ് വരുന്നത് അല്ലേ. 2 മീഥൈൽ
6 കാർബൺ ആറ്റം വരുമ്പം എന്തായിരിക്കും റൂട്ട് വരേണ്ടത്? HEX ആണ് റൂട്ട് വരിക. അതേപോലെ തന്നെ അതിൻ്റെ സഫിക്സ് എന്ത് വരും? സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 2-methyl hexane. ഇനി ഇവിടെ നമ്മൾ ഇങ്ങനെ കൗണ്ട് ചെയ്യുമ്പോഴാണ് ബ്രാഞ്ചിന് ലോവസ്റ്റ് നമ്പർ വരുന്നത്. അപ്പോൾ സെക്കൻഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ മെയിൻ ചെയിനിൽ 1 2 3 4 ഇങ്ങനെ കൗണ്ട് ചെയ്താലും 4 കാർബൺ ആറ്റംസ് ആണ് വരുന്നത് അല്ലേ. അപ്പോൾ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ 4 ആണ് വരുന്നത്. പിന്നെ ഇവിടെ CH3 തന്നെയാണ്. അപ്പോൾ CH3 വരുമ്പോൾ എന്തായിരുന്നു നമ്മളുടെ ബ്രാഞ്ചിൻ്റെ പേര്? മീഥൈൽ. അതും മീഥൈൽ തന്നെ. ഏത് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് ബ്രാഞ്ച്? സെക്കൻഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിൽ. അപ്പം ഇതിൻ്റെ പേര് വീണ്ടും 2-methyl. 4 കാർബൺ ആറ്റാണ് മെയിൻ ചെയിനിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ സഫിക്സ് എന്തായിരിക്കും? വേർഡ് റൂട്ട് ബ്യൂട്ടായിരിക്കും വരുന്നത്. എല്ലാത്തിനും സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ബ്യൂട്ടേൻ. 2-methyl butane. ഇനി ഇവിടെ നമ്മൾ സ്ട്രെയിറ്റ് കൗണ്ട് ചെയ്ത് നോക്കും. 1 2 3 4 5 അല്ലേ. സ്ട്രെയിറ്റ് ചെയിനിൽ കാർബൺ ആറ്റംസ് വരുന്നത് 5 ആണ്. ഇനി ഇവിടെ നിങ്ങോട്ടും കൗണ്ട് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ തെറ്റും. നമുക്ക് മാക്സിമം കാർബൺ ആറ്റംസ് അടങ്ങിയത് എങ്ങനെയാണോ അതായിരിക്കും നമ്മളുടെ മെയിൻ ചെയിൻ വരിക. അപ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തപ്പം 5 ആണ് വരുന്നത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6. അപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് കൗണ്ട് ചെയ്തപ്പോൾ 5 ആറ്റംസേ വന്നിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെ കൗണ്ട് ചെയ്തപ്പം 6 ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ മെയിൻ ചെയിൻ ഏതാ? ഇതാണ് നമ്മളുടെ മെയിൻ ചെയിൻ. കാരണം 6 കാർബൺ ആറ്റംസ് ആ ഒരു ചെയിനിൽ വരുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ 5 വരുന്നുള്ളൂ. അപ്പോൾ അതല്ല നമ്മളുടെ മെയിൻ ചെയിൻ. നമ്മൾ എല്ലാ മാതിരിയും നമ്പർ ചെയ്ത് നോക്കണം, എന്നിട്ടേ നമ്മൾ ഫൈനൽ കൺക്ലൂഷനിൽ എത്താൻ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പം 6 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ തേർഡ് കാർബൺ ആറ്റത്തിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത്. ഏതാ ബ്രാഞ്ച്? മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ നമ്മളുടെ ലോങ്സ്റ്റ് ചെയിനിൽ എത്ര കാർബൺ ആറ്റം? 6. ഏതാ ബ്രാഞ്ച്? മീഥൈൽ. എത്രാമത്തെ കാർബണിൻ്റെ മുകളിലാണ് മീഥൈൽ ബ്രാഞ്ച് വന്നത്? തേർഡ് കാർബണിൻ്റെ മുകളിൽ. അപ്പോൾ ഇതിൻ്റെ നെയിം എന്തായിരിക്കും? ഏതാണോ ബ്രാഞ്ച് ചെയ്ത കാർബൺ അതിൻ്റെ നമ്പർ എഴുതി ഹൈഫൻ. മീഥൈൽ ഗ്രൂപ്പാണ് ബ്രാഞ്ച് വന്നത്. അപ്പോൾ 3-methyl. ലോങ്സ്റ്റ് കാർബൺ ഏതാണ്? ചെയിനിൽ ഹെക്സ് ആണ് വരുന്നത്. സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് നമ്മൾ എന്താ എഴുതേണ്ടത്? ANE സഫിക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരായി 3-methyl hexane. അപ്പോൾ ഇവിടെ ഈ CH2 CH3 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഈഥൈൽ ഗ്രൂപ്പ് എന്ന് എഴുതരുത്. നിങ്ങളത് കൗണ്ട് ചെയ്യുമ്പം ഇതും കൂടി ഉൾപ്പെടുത്തിയിട്ട് ലോങ്സ്റ്റ് ചെയിൻ വരുന്നുണ്ടോ ചെക്ക് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ പേര് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഇത് നോക്കാം. ഇവിടുന്ന് കൗണ്ട് ചെയ്യുമ്പം 1 2 3 4 5 അല്ലേ. 5 കാർബൺ ആറ്റം. ഇവിടെ കൗണ്ട് ചെയ്യുമ്പോഴോ 1 2 3 4 5. എങ്ങനെ കൗണ്ട് ചെയ്താലും 5 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നമ്പർ ചെയ്യുമ്പം 1 2 3 4 5. ഇവിടുന്ന് കൗണ്ട് ചെയ്താലും 1 2 3. എങ്ങനെ കൗണ്ട് ചെയ്താലും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് എന്ത് വരുന്നത്? ബ്രാഞ്ച് വരുന്നത്. ഓക്കെ. ഇങ്ങനെ കൗണ്ട് ചെയ്താലും 5 കാർബൺ ആറ്റംസ്. ഇങ്ങനെ കൗണ്ട് ചെയ്താലും തേർഡ് കാർബണിൻ്റെ മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. അപ്പം മാക്സിമം എത്ര കാർബൺ വരുന്നത്? നമ്മളുടെ മെയിൻ ചെയിനിൽ 5. പിന്നെ ഇവിടെ നോക്കേണ്ടത് ബ്രാഞ്ചിൻ്റെ പേരാണ് അല്ലേ. ബ്രാഞ്ചിൻ്റെ പേര് CH2 CH3 ആണ് ബ്രാഞ്ചിൽ വരുന്നത്. അപ്പം 2 കാർബൺ ആറ്റം വരുമ്പം അത് ഈത്താണ് അല്ലേ. അപ്പം ഈത്തേന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചെന്താ? അവിടെ YL കൂട്ടിച്ചേർക്കണം, എന്നാലാണ് ഗ്രൂപ്പിൻ്റെ പേരാവുക. അപ്പോൾ ഈഥൈൽ. CH2 CH3 എന്ന ഈഥൈൻ്റെ അകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം കുറഞ്ഞപ്പം ഗ്രൂപ്പിൻ്റെ പേരെന്തായി? ഈഥൈൽ ഗ്രൂപ്പായി. 5 അതേപോലെ ഈഥൈൽ. ബ്രാഞ്ചിൻ്റെ പൊസിഷൻ ഏതാണ്? തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് അല്ലേ. അപ്പോൾ 3 അവിടെ എഴുതി. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? തേർഡ് കാർബൺ ആറ്റത്തിന് മുകളിലാണ് ബ്രാഞ്ച് വരുന്നത്. ഹൈഫൻ. ബ്രാഞ്ചിൻ്റെ പേരെന്താ? ഈഥൈൽ. 3-ethyl. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ്റെ അകത്ത് 5 കാർബൺ ആറ്റാണ്. അപ്പം അതിൻ്റെ പ്രിഫിക്സ് എന്തായി? അല്ലെങ്കിൽ വേർഡ് റൂട്ട് എന്തായി? പെൻറ്റായി. എല്ലാം സിംഗിൾ ബോണ്ടാണ് വരുന്നത്. ആൽക്കെയിനാണ്. അപ്പോൾ നമ്മൾ എന്ത് സഫിക്സ് കൊടുക്കണം? ANE കൊടുക്കണം. അപ്പോൾ നമ്മളുടെ കോമ്പൗണ്ടിൻ്റെ പേരെന്താ? 3-ethyl pentane. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ ഹൈഡ്രോ കാർബണിനെ
നെയിം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് പറയുന്നത്. അപ്പം സിംഗിൾ ബണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ബാക്കിയുള്ള നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കും. താങ്ക് യു.